നമുക്ക് ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഒരുപാടുണ്ടെങ്കിലും 7 സീറ്റർ ഇലക്ട്രിക് വാഹനങ്ങൾ വളരെ കുറവാണ്. മഹീന്ദ്രയുടെ XUV9, BYDയുടെ E-MAX 7, കിയയുടെ കാരൻസ് ക്ലാവ് CV അങ്ങനത്തെ വാഹനങ്ങൾ മാത്രമാണ് കിട്ടുന്നത്. ഇപ്പോൾ എന്തായാലും വിൻഫാസ്റ്റിൻ്റെ പുതിയ VF MPV7 എന്ന് പറഞ്ഞൊരു വണ്ടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഏപ്രിൽ 15-നാണ് ഇതിൻ്റെ ലോഞ്ച് വരാൻ പോകുന്നത്. ഇപ്പോൾ ബുക്കിംഗ്സ് ഒക്കെ ഓപ്പൺ ആണ്. വണ്ടി കാണാൻ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഡിസൈനിലും മറ്റു കാര്യങ്ങളൊന്നും ഒരുപാട് ഇതില്ല, പക്ഷേ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. 4.7 മീറ്റേഴ്സിന് മുകളിൽ വലുപ്പമുള്ള വണ്ടിയാണ്. 2.84 മീറ്റേഴ്സ് വീൽ ബേസും വരുന്നുണ്ട്. പക്ഷേ ഇൻറ്റീരിയറൊക്കെ ഭയങ്കര പ്ലെയിൻ ആൻഡ് ബേസിക് ആണ്. ഒരു 10 ഇഞ്ച് സ്ക്രീൻ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ 7 സീറ്റർ കൺഫിഗറേഷനാണ് ഈ ഒരു വാഹനം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3rd റോ 2nd റോ എല്ലാം AC വെൻസ്, ചാർജിങ് വെൻസ് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അഗൈൻ ഒരു പ്രീമിയം ആയിട്ടുള്ള വണ്ടിയല്ല, കുറച്ചും കൂടെ സ്പേസ്, യൂട്ടിലിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാഹനമാണ്. ഇതിൻ്റെ ലിമോ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാക്സി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഫ്ലീറ്റ് യൂസിന് വേണ്ടിയിട്ടുള്ള വണ്ടിയും അവർ കുറച്ച് കാലത്തിന് ശേഷം കൊണ്ടുവരുന്നതായിരിക്കും. ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു 61 kWh ബാറ്ററി പാക്കാണ്. ക്ലെയിംഡ് റേഞ്ച് 500 കിലോമീറ്റേഴ്സ് ആണ്. 400 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ റിയൽ ലൈഫിൽ കിട്ടുമായിരിക്കും. 201 bhp 280 Nm ടോർക്കുമാണ് വരുന്നത്. 10 സെക്കൻഡ്സിനടുത്തായിട്ടാണ് ഒരു 0 to 100 ക്ലെയിം ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ്. അഗൈൻ 7 സീറ്റർ ആയതുകൊണ്ട് റിയർ വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ് അങ്ങനത്തെ ഒരു പരിപാടിയും കൊടുത്തിട്ടില്ല.